അരുന്ധതി നായർ 23-ാം തീയതി 22 വയസ്സ് തികയും. ചൊവ്വാദോഷം. എന്തോ ചെറിയ അസുഖമുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ബർത്ത്ഡേയുടെ അന്നാകട്ടെ. അരുന്ധതിയുടെ ബർത്ത്ഡേക്ക് എങ്ങനെയും കയറി പറ്റണം. അന്ന് അവിടെ വരുന്ന ബന്ധുക്കളിൽ നിന്ന് വിലപ്പെട്ട രഹസ്യങ്ങൾ കിട്ടാതിരിക്കില്ല. പക്ഷേ CID ഉണ്ണികൃഷ്ണൻ എല്ലാ വഴികളും അടച്ചു കളഞ്ഞിരിക്കുകയാണല്ലോ. ഏതായാലും ഉണ്ണികൃഷ്ണന്റെ നീക്കം ശ്രദ്ധിക്കുക തന്നെ. ബർത്ത്ഡേക്ക് പങ്കെടുത്താൽ അനന്തപത്മനാഭന്റെ ബന്ധുക്കളിൽ നിന്ന് പല രഹസ്യങ്ങൾ അറിയാൻ കഴിഞ്ഞേക്കും. പക്ഷേ പ്രേംശങ്കറിന്റെയും ഉമ്മൻകോശിയുടെയും പാരകൾ പ്രതീക്ഷിക്കാം. പ്രേംശങ്കറിനേക്കാൾ ബുദ്ധിമാനാണ് ഉമ്മൻ. അതുകൊണ്ട് വേഷപ്രച്ഛന്നനായി തന്നെ പോണം. ആർക്കും സംശയം തോന്നാത്ത ഒരു പ്രത്യേകതരം വേഷം. ഇരണിയിൽ ചിന്നപ്പ. ഇരണിയിൽ ചിന്നപ്പ. ആനന്ദപത്മനാഭൻ സാറ് പറഞ്ഞിട്ട് വന്നതാ. സന്തോഷം. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. വണ്ടി അയക്കുമെന്ന് പറഞ്ഞില്ലല്ലോ. അതാണ് അനന്തപത്മനാഭൻ സാറ്. വണ്ടി അയക്കുന്നു പറഞ്ഞാൽ അയക്കില്ല, അയക്കില്ല എന്ന് പറഞ്ഞാൽ അയക്കും. ரொம்ப സന്തോഷം. ഹോട്ടലിൽ മുറി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് കച്ചേരിക്ക് പോവാം. ரொம்ப ரொம்ப സന്തോഷം. Happy birthday to you. Happy birthday. Happy birthday. Happy birthday. Happy birthday to you. രാമേന്ദ്ര, നീ കച്ചേരി തുടങ്ങാം. ഓക്കെ. ചിന്നപ്പ ആരംഭിച്ചോളൂ. അയ്യോ അയ്യോ അവക്കളല്ലേ. ഒറിജിനൽ ഇരണിയൽ ചിന്നപ്പ സന്ദേഹമായിരുന്ന ഇപ്പൊ 2 കീർത്തന പാടി കേൾപ്പിക്കല. എന്താ ഇത്? പിന്നെ ഈ പാടിവരക്കാരാ? அதெல்லாம் எங்களுக்கு தெரியாது சார். காலையில ஒருத்தன் பஸ் ஸ்டாண்டில வந்து எங்களை கூப்பிட்டுக்கிட்டு லாட்ஜில கொண்டு போய் ரூமை காட்டி படுத்து தூங்க சொல்லியாச்சு சார். நேற்றுக்கு கச்சேரி இருந்ததுனால நாங்க எல்லாம் தூக்கி போயிட்டோம். எழுந்திருச்சு பார்க்கும்போது மணி 7. விருதி வச்சு நாங்க வெளியே வர பார்க்கும்போது முறி வெளியில இருந்து பூட்டி இருக்கு சார். அப்புறம் லோட்ஜுக்காரன் வந்து டூப்ளிகேட் சாவி போட்டு திறந்துதான் சார் நாங்க வெளியே வந்தோம். நான் பாடட்டுமா? ഒരു പുല്ലും വേണ്ട ഇവിടെ. എല്ലാരും പോകുന്നുണ്ടോ? கடவுளே, എന്റെ ഒരു പ്രോഗ്രാം പോയാച്ച്. ഒന്ന് മാറിയേ. എന്താ എന്താ ഇവിടെ? എന്താ സാർ ഇവിടെ പ്രശ്നം? പറയണ സാർ. ഞാനില്ലേ സാർ? എന്താ സാർ? ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യില്ല. താനിത് എവിടെയായിരുന്നോ? നല്ലൊരു ദിവസമായതുകൊണ്ട് ഞാൻ പുറത്തു പോയി ലൈസൻസ് മാറിച്ച്. എന്തായി ആലോചിച്ചിരിക്കുന്നത്? ഇതെങ്ങനെ വിട്ടാൻ പറ്റത്തില്ല. താൻ പോലീസിനെ വിളിക്കും. എന്തിനാ ഭാവതരെ പോലീസിനെ വിളിക്കുന്നത്? തോർത്ത് നിന്ന് മ്ഴാഞ്ചാതെ ഇനി അങ്ങ് പോ. തറവേല കാണിക്കുകയാണെങ്കിൽ തലേ ദിവസം പറയണം. എന്ത് പറ്റി സാറേ? വേഷം മറ്റവന്മാർക്ക് കൊടുക്കാൻ തന്നോട് ആര് പറഞ്ഞോടോ? എന്റെ പൊന്ന് സാറേ, ഞാൻ കൊടുത്തതല്ല. സാർ ഇവിടെ വന്നിട്ട് എടുത്തോണ്ട് പോകുന്നത് അവന്മാര് കണ്ടു. എന്റെ ജീവിതത്തിൽ ഇതേവരെ കേൾക്കാത്ത പുളിച്ച തെറിയാ ഉമ്മച്ചൻ സാർ എന്നെ പറഞ്ഞ്. മറ്റാ സാറാണെങ്കിൽ എന്റെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ച് എന്റെ 6-ാം വാരിയെല്ലാം ഊരിയെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് സാറേ ഞാൻ കൊടുത്തത്. പുതിയ വേഷം വല്ലതും വേണം. പുതിയ വേഷം? നിന്റെ ആത്മധൈര്യമില്ലാത്ത അലവലാതി. നിന്റെ കടയിൽ നിന്നുള്ള സാധനം എടുപ്പ് ഇതോടെ കുഞ്ചു. സാർ, കുഞ്ഞെന്നെ വിളിച്ചായിരുന്നോ? ആ വിളിച്ചു. അകത്തേക്ക് വാ. അയ്യോ, എന്ത് ചെയ്യാൻ പോണു? ഒരു പെണ്ണെന്നെ മാനഭംഗപ്പെടുത്തി നാട്ടുകാർ അറിഞ്ഞ് എനിക്ക് നാണക്കട. എന്നെ വിടൂ, ഞാൻ പോട്ടെ. ഡോണ്ട് ടോക്ക് റബിഷ്. അയ്യോ, ഇരണിയൻ ചിന്നപ്പയുടെ വേഷം കെട്ടി ഇന്നലെ പാട്ട് പാടിയവരെ ഉമ്മച്ചൻ അറിയാമോ? ഇല്ല. അതിലൊരാൾക്ക് ഉമ്മച്ചന്റെ ചായ ഉണ്ടായിരുന്നു. ചിലപ്പോ കാണും. എന്റെ അപ്പച്ചന്റെ സ്വഭാവം അത്ര നല്ലതല്ലായിരുന്നു എന്ന് അമ്മച്ചി കൂടെ കൂടെ പറയാറുണ്ട്. നാട്ടുകാരും പറയാറുണ്ട്. അത് ഉമ്മച്ചനാണോന്ന് അറിയാൻ വേണ്ടി വിളിപ്പിച്ചതാ. അല്ലെന്ന് ഉറപ്പല്ലേ? കുഞ്ഞിന് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഏയ് ഇല്ല. എന്നാ ഞാൻ പോട്ടെ. ഉമ്മച്ചനെ നിന്നേ. ഇതാരുടെ? ഇതെവിടെ നീട്ടി? ഉമ്മച്ചന്റെ മുറിന്ന്. ഇനി ഒന്നും ഒളിക്കണ്ട. സത്യം പറഞ്ഞോ, നിങ്ങൾ എന്തിനാ ഇന്നലെ വേഷം മാറി വന്നത്? അത് എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. പോലീസിനെ വിളിക്കാം. അയ്യോ വേണ്ട, എല്ലാം ഞാൻ പറയാം. എന്തിനായിരിക്കും അരുന്ധതി കാണണമെന്ന് പറഞ്ഞത്? ഒരു പക്ഷേ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടിയായിരിക്കും. യവന്മാരുടെ മുന്നിൽ വെച്ച് പറയാൻ അനുവദിച്ചുകൂടാ.
കള്ളി വിളിച്ചതായ കാര്യം യവന്മാരിപ്പോ അറിയണ്ട. അരുന്ധതി വരട്ടെ. CID-മാര് വന്നിട്ട് അധിക നേരം ആയോ? അയ്യോ, ഇതെന്തോന്നു? ക്ഷമിക്കണം, നിങ്ങളൊക്കെ ആരാന്ന് എനിക്ക് മനസ്സിലായി. ഇതെങ്ങനെ? എന്നോട് കളിച്ചാൽ കളി പഠിപ്പിക്കുമെന്ന് ഇപ്പം മനസ്സിലായില്ലേ? അരുന്ധതി നായരെ കുറിച്ചുള്ള അന്വേഷണം എവിടം വരെ ആയി? അരുന്ധതി നായർ 22 വയസ്സ്, അഷ്ടമത്തിൽ ചൊവ്വ. ഇതിൽ കൂടുതലൊന്നും അറിയാൻ കഴിഞ്ഞില്ല അല്ലേ? പെണ്ണിന്റെ മനസ്സ് തുറക്കണമെങ്കിൽ അത് അവള് തന്നെ വിചാരിക്കണം. CID-യോ CBI-യോ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ആക്ഷേപിക്കാൻ വേണ്ടിയാണ് ഇവിടെ വിളിച്ചു വരുന്നത്? അല്ല, സഹായിക്കാൻ. ഞാൻ കാരണം നിങ്ങൾക്ക് ജോലി കിട്ടാതിരിക്കണ്ട. എന്താണ് അറിയേണ്ടത്? ചോദിച്ചോളൂ. അതിങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞാൽ ശരിയാവത്തില്ല. ആദ്യം റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആൾക്കാർ ജോലി. അതുകൊണ്ട് ഞാൻ അത് നിങ്ങളുടെ മിടുക്ക് പോലെ ഇരിക്കും. നിങ്ങൾ 3 പേരും എന്റെ പിന്നാലെ കുറെ ചുറ്റിത്തിരിഞ്ഞതല്ലേ. അതുകൊണ്ട് 3 പേരോടുമായിട്ട് എനിക്ക് എന്തെങ്കിലും പറയാനുള്ളൂ. ആദ്യം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് അരുന്ധതിയുടെ തീരുമാനത്തിൽ എനിക്ക് സമ്മതം. അരുന്ധതി നായരെ കുറിച്ചല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്? അതെ അതെ അതെ. എന്നാൽ അത് ഞാനല്ല. ഞാൻ രേവതി നായർ. അരുന്ധതി നായർ സഹോദരനോടൊപ്പം അമേരിക്കയിൽ പഠിക്കുന്നു. മാട്രിമോണിയൽ പരസ്യം കണ്ട് ഡാഡി എഴുതിയത് അവൾക്ക് വേണ്ടിയാണ്. കള്ളം. അനന്ത പത്മനാഭൻ സാറിന് ഒരു മകളെ ഉള്ളൂ എന്നാണല്ലോ ഞങ്ങൾക്ക് സീക്രട്ട് ഫയൽസിൽ കിട്ടിയ ഇൻഫർമേഷൻ. അതെ, കൊച്ചച്ഛന് ഒരു മകളെ ഉള്ളൂ. അതാണ് അരുന്ധതി നായർ. കൊച്ചച്ഛനോ? അനന്ത പത്മനാഭൻ എന്റെ കൊച്ചച്ഛനാണ്. അപ്പോ രേവതിയുടെ അച്ഛൻ? എനിക്ക് 8 വയസ്സുള്ളപ്പോൾ എന്റെ മമ്മിയും ഡാഡിയും ഒരു പ്ലെയിൻ ക്രാഷിൽ മരിച്ചുപോയി. കൊച്ചച്ഛനും കുഞ്ഞമ്മയാണ് എന്നെ വളർത്തിയത്. സ്വന്തം മകളെ പോലെ. പേരിന്റെ കാര്യത്തിൽ പോലും ഞങ്ങൾ തമ്മിൽ പിണങ്ങരുതെന്ന് കരുതി കൊച്ചച്ഛന്റെ മകളുടെ പേര് ചൊല്ലിയാണ് എന്നെ വിളിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്റെ സ്വന്തം പേരിന് രേഖകളിൽ മാത്രമേ ഉള്ളൂ. രേവതി എക്സ്പോർട്ടേഴ്സ്. എന്റെ ഡാഡി തുടങ്ങി വെച്ച കമ്പനിയാണത്. ആ ബോർഡ് വല്ലപ്പോഴും കാണുമ്പോഴാണ് ഞാൻ എന്റെ പേര് ഓർക്കുന്നത് തന്നെ. ഇന്ന് എനിക്കവർ കൊച്ചച്ഛനും കുഞ്ഞമ്മയും അല്ല, എന്റെ ഡാഡി മമ്മിയാണ്. എനിക്കറിയാം. ചൊവ്വാദോഷം മൂലം അരുന്ധതിയുടെ രേവതിയുടെ കല്യാണം നടക്കാത്തതില് അനന്ത സാറിന് വലിയ പ്രയാസമുണ്ട്. ഇല്ല, എന്റെ ജാതകത്തിനൊരു കുഴപ്പമില്ല. ഉമ്മച്ചൻ ഫയലിൽ എഴുതിയില്ലേ എനിക്കെന്തോ ചെറിയ അസുഖം ഉണ്ടെന്ന്? ചെറുതല്ല, മരുന്നുകളുടെ പച്ചയിൽ ജീവിക്കുന്ന ഒരു രോഗിയാണ് ഞാൻ. അതുകൊണ്ടാണ് SSLC കഴിഞ്ഞപ്പോ എനിക്ക് പഠിത്തം നിർത്തേണ്ടി വന്നത്. വിവാഹം എനിക്ക് വിധിച്ചിട്ടില്ല. ആ വിവരം പുറത്തു പറയാൻ വിഷമമുള്ളതുകൊണ്ടാണ് എനിക്ക് വരുന്ന ആലോചനകൾ ചൊവ്വാദോഷത്തിന്റെ പേരിൽ ഡാഡി ഒഴിവാക്കുന്നത്. മറ്റുള്ളവർ എന്നെ ഒരു രോഗിയായി കാണുന്നത് അദ്ദേഹത്തിന് സഹിക്കാനാവില്ല. 10 മിനിറ്റിനുള്ളിൽ വരാന്നും പറഞ്ഞിറങ്ങിയതാ. മമ്മി ഇപ്പൊ അന്വേഷിക്കുന്നുണ്ടാവും. ഇപ്പൊ തന്നെ നിങ്ങൾ എന്റെ പുറകെ നടന്ന് കുറെ സമയം വേസ്റ്റാക്കി. ഇനിയും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രയും പറഞ്ഞത്. വരട്ടെ. ഉമ്മച്ചൻ എങ്ങോട്ടാ? ഞാൻ പോവാ. അന്വേഷണം പൂർത്തിയാക്കാതെ പോവാണോ? നിങ്ങൾ CID-മാരാണെന്നുള്ള കാര്യം ഞാൻ ഡാഡിയോട് പറഞ്ഞിട്ടില്ല. അറിഞ്ഞ എങ്ങനെ പ്രതികരിക്കുന്ന അറിയാൻ വയ്യാത്തോണ്ടാ ഞാൻ പറയാഞ്ഞത്. അമേരിക്കയിലുള്ള അരുന്ധതിയെക്കുറിച്ച് എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. വേണ്ട. ഇന്നലെ വരെ അന്വേഷണത്തിലൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഇന്നത് പോയി. കുട്ടി ഞങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞു. കാണണമെന്ന് പറഞ്ഞ വേറൊന്നിനുമല്ല. ഒരു ജോലിക്ക് വേണ്ടിയുള്ള മത്സരത്തിനിടയിൽ
നമ്മൾ പരസ്പരം വെല്ലുവിളിക്കുകയും പാരവയ്ക്കുകയും ഒക്കെ ചെയ്തു. ഒടുവിൽ ലക്ഷ്യത്തിലെത്തിയതുമില്ല. ഓരോ നിമിഷവും മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയുടെ മനസ്സിന് മുമ്പിൽ നമ്മുടെ പകയ്ക്കും വിദ്വേഷത്തിനൊന്നും ഒരു സ്ഥാനവുമില്ല. നിങ്ങൾക്ക് ഞാൻ ഇതിനൊരു തടസ്സമാവുന്നില്ല. ഈ കേസന്വേഷണം ഞാൻ പിന്മാറുക. നമ്മൾ CID-മാരാണെന്ന കാര്യം രേവതി നായർ അനന്തപത്മനാഭനെ അറിയിച്ചിട്ടില്ല. അരുന്ധതി നായരെ പറ്റി അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാൻ ആ കുട്ടി ഇപ്പോഴും തയ്യാറാണ്. പക്ഷേ ഞാൻ വേണ്ടെന്ന് തീരുമാനിച്ചു. താല്പര്യമുള്ളവർക്ക് അത് ഏറ്റെടുക്കാം. എനിക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. ഫയലിൽ എഴുതിയ അബദ്ധങ്ങൾ നശിപ്പിച്ചെങ്കിലും രേവതിയെ കുറിച്ചുള്ള വിചാരങ്ങൾ മായുന്നില്ല. അന്വേഷണത്തിന് വേണ്ടി ആയിരുന്നെങ്കിലും അവളുമായിട്ട് നിങ്ങളെക്കാൾ കൂടുതൽ അടുത്തത് ഞാനാണ്. എനിക്ക് അവളെ കൈയൊഴിഞ്ഞിട്ട് പോകാൻ കഴിയുന്നില്ല. നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. രേവതിക്ക് എന്ത് അസുഖമാണെന്ന് അറിയണം. അനന്ത പത്മനാഭനുമായിട്ട് വലിയ അടുപ്പത്തിലായതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ അത് പറ്റും. അസുഖത്തിന്റെ പേരറിഞ്ഞിട്ട് എന്ത് പ്രയോജനം? എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയാ. പ്ലീസ്. ആർക്കാ മരുന്ന്? മോൾക്ക. മുമ്പൊരിക്കൽ ഹോസ്പിറ്റലിൽ വെച്ച് അരുന്ധതിയെ കണ്ടപ്പോ തന്നെ ചോദിക്കണമെന്ന് വിചാരിച്ചാ. മോൾക്ക് എന്താ സാർ അസുഖം? അല്ല, ഞാൻ ചോദിച്ചത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. മകളെ ഉള്ളറിഞ്ഞ് സ്നേഹിക്കുന്ന ഏതൊരച്ഛനും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഉണ്ണികൃഷ്ണൻ ചോദിച്ചത്. എന്നെപ്പോലെ നിർഭാഗ്യവാനായ ഒരു അച്ഛനെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. മകൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി രോഗലക്ഷണം കണ്ടത്. അതിനുശേഷം മനസ്സുഖം എന്തെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. വിദേശത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയാ? അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അവളെ വിധിക്ക് വിട്ടിട്ട് വെറുതെ നോക്കിയിരിക്കുമായിരുന്നു. പ്ലീസ്, നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. ഇതിൽ എഴുതിയിരിക്കുന്ന വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആണെന്ന് ഉറപ്പാണോ? എന്നാണ് ആ മെഡിക്കൽ ഷോപ്പുകാരൻ പറഞ്ഞത്. ഇത്രയും വൈറ്റമിൻസ് കഴിക്കണമെങ്കിൽ രേവതിക്ക് കൊടുക്കുന്നത് വളരെ ഹെവി ഡോസ് ഓഫ് ആന്റിബയോട്ടിക്സ് ആയിരിക്കണം. അത് ശരിയാ. രേവതിയുടെ അസുഖത്തിന്റെ പേരറിയണമെന്ന് നിർബന്ധമാണെങ്കിൽ അവൾ കഴിക്കുന്ന മറ്റു മരുന്നുകളുടെ പേരറിയണം. അതിനെന്താ ഒരു വഴി? വഴിയുണ്ട്. പക്ഷേ വിദേശത്ത് കൊണ്ടുപോയാൽ പോലും സുഖപ്പെടാത്തൊരു അസുഖത്തിന്റെ പേരറിഞ്ഞിട്ട് പ്രേമൻ എന്ത് കിട്ടാനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അനന്തപത്മനാഭൻ അത് പറയാൻ മടിച്ച സ്ഥിതിക്ക് ആ അസുഖത്തിന്റെ പേരറിഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്കും ഒരാഗ്രഹമുണ്ട്. എന്റെ മനസ്സിൽ ചില സംശയങ്ങൾ. എന്താണ്? ഉണ്ണികൃഷ്ണന് ദേഷ്യം തോന്നരുത്. പ്രേമനെ തല്ലാൻ ഉണ്ണികൃഷ്ണനാണ് ആളെ വിട്ടത് എന്ന് ഫോൺ ചെയ്ത് പറഞ്ഞത് ഞാനാണ്. സത്യത്തിൽ പ്രേമനെ തല്ലാൻ ആളെ അയച്ചത് അനന്തപത്മനാഭനാണ്. അപ്പോ അനന്തപത്മനാഭന്റെ ഉദ്ദേശം എന്തായിരിക്കും? എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്. നമുക്കിതേക്കുറിച്ചൊന്ന് അന്വേഷിക്കാം. തലച്ചോറിനകത്ത് എന്തോ തകരാറാണെന്നാണ് എന്റെ അറിവ്. മരുന്ന് കഴിക്കുന്ന കാര്യം ഡാഡിയും മമ്മിയും ഓർമ്മിപ്പിക്കുമ്പോഴാ ഞാനൊരു രോഗിയാണെന്ന് അറിയുന്നത് തന്നെ. കാർ ഓടിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഡാഡിയുടെയും മമ്മിയുടെയും കണ്ണുവെട്ടിച്ച് ഞാൻ കാർ ഓടിക്കും. ഡ്രൈവിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഡാഡി അറിയാതെ ബാമ എന്നെ പഠിപ്പിച്ചതാ. തലച്ചോറിന് തകരാറുള്ളവർ കഴിക്കുന്ന മരുന്നല്ല രേവതി കഴിക്കുന്നത്. പിന്നെ വെറും വൈറ്റമിൻ ടാബ്ലറ്റ്സ്. ആര് പറഞ്ഞു? ഇത് അനന്തപത്മനാഭ സാർ വാങ്ങിയ മരുന്നിന്റെ ബില്ല. ഇത് ഈ ബില്ല് കൊടുത്ത് ഞാൻ വാങ്ങിയ വൈറ്റമിൻ ടാബ്ലറ്റ്സ്. ജസ്സി, ഈ മരുന്നല്ലല്ലോ ഞാൻ കഴിക്കുന്നത്. ഈ മരുന്നുകൾ തന്നെയാണ് രേവതി കഴിക്കുന്നത്. പക്ഷേ ടിന്നിൽ പൊട്ടിച്ചിട്ട് നല്ലതാണെന്ന് മാത്രം. അതെ, ഇത് രണ്ടും ഒന്ന് തന്നെയാ. ചിലപ്പോ എന്റെ അസുഖത്തിനിടെ മതിയായിരിക്കും. എങ്കിൽ അതെന്തിനും ടിന്നിൽ പൊട്ടിച്ചിട്ട് തരണം. കഴിക്കുന്ന മരുന്നിന്റെ പേര് രേവതി അറിയരുതെന്ന് ഡാഡി ആഗ്രഹിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു വരുന്നത്? ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്.
രേവതി ഞങ്ങളോട് സഹകരിക്കണം. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, വെറുതെ ഡാഡിയെ ദേഷ്യം പിടിപ്പിക്കരുത്. ഞാൻ ബോധ്യപ്പെടുത്തി തന്നാലോ? ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ കള്ളം പറയാ, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ബഹളം വെക്കണ്ട. കുട്ടിക്കെന്നല്ല, ആർക്കും ഇത് വിശ്വസിക്കാനാവില്ല. സാവധാനം ആലോചിച്ച സത്യം ബോധ്യമാവും. ഞങ്ങൾ ബോധ്യപ്പെടുത്തി തരാം. രേവതിയെ ചികിത്സിക്കുന്ന ഡോക്ടർ ആരാ? ഡോക്ടർ രാമചന്ദ്രൻ.